ചേച്ചി ഈ കൈലാസിലൊക്കെ പോയുമ്പോൾ അവിടുത്തെ ഭക്ഷണവും അതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഭക്ഷണം പ്രശ്നമേ അല്ല. സത്യമായിട്ടും എനിക്ക് ഭക്ഷണം പ്രശ്നമേ അല്ല. എന്ത് കിട്ടിയാലും കഴിക്കും. എന്നുവെച്ചാൽ സ്വാദിന്റെ പ്രശ്നം ഞാൻ പറയുന്ന എന്ത് കിട്ടിയാലും കഴിക്കുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല. സ്വാദ് എനിക്കൊരു പ്രശ്നമേ അല്ല. അത് എന്റെ അമ്മ എന്നെ നിർബന്ധമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്വാദ് നോക്കി ഭക്ഷണം കഴിക്കരുത്. അയ്യോ, പെൺകുട്ടിയാണെങ്കിൽ അത് പാടില്ല എന്നുള്ളതാണ് നമ്മുടെ തിയറി. അതായിരുന്നു എന്ത് കിട്ടിയാലും. അപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് പോണു, ഒരു സ്ഥലത്ത് പോണു, അവിടെ നമുക്ക് പറ്റിയ ഫുഡല്ല എന്ന് വെച്ചാൽ നമ്മളത് കഷ്ടപ്പെട്ട് കഴിച്ചാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്ക് വേണമെന്ന് തോന്നിപ്പോകും. അങ്ങനെയൊന്നും മനസ്സിലൊരു വിഷമം വരരുത്. എവിടെ പോയാലും സന്തോഷമായി ജീവിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ അമ്മ, പെണ്ണായാൽ അറപ്പ് പാടില്ല എന്ന് എന്റെ അമ്മ പറയും. കാരണം ഒരുപാട് കുട്ടികളുടെ ഇത് ചെയ്യേണ്ടി വരും, പ്രായമായിട്ടുള്ളവരെ അത് വേണ്ടും, അതുമില്ല, അടിച്ചുവാരി തുടക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും, ടോയ്ലറ്റ്സ് കഴുകേണ്ടി വരും. അപ്പൊ അറപ്പ് എന്ന വാക്ക് പെണ്ണുങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ്. പിന്നെ അമ്മ കൂട്ടാനൊക്കെ വെക്കുന്ന സമയത്ത് കഷ്ണം നമ്മൾ തപ്പില്ല. എന്തേ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടേ, മോളെന്തെങ്കിലും തപ്പിയെടുക്കണേന്ന് ചോദിക്കും. എടുത്തിട്ട് ഇഷ്ടം എന്തിടോ അത് കഴിക്കുക. പിന്നെ ഇഷ്ടമില്ല എന്ന് പറയരുത്. എന്തും ഇഷ്ടപ്പെടണം. എന്താഹാരമായാലും അത് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അതൊക്കെ എന്റെ അമ്മ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച. പിന്നെ അച്ഛന്റെ കൂടെ മാജിക് ഷോയിൽ പോയിട്ടുള്ള ശീലമാണ് 10 വയസ്സ് തൊട്ട്. ചില സമയത്ത് പഴവും വെറും പഴം കഴിച്ച് ജീവിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. അത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടൂറ് പോകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചു കിട്ടുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എന്താ അറിയോ, എനിക്ക് ആ അമ്മ പറഞ്ഞ അഡ്വൈസസ് അത് ഭയങ്കര ടച്ചിങ് ആണ്. ഈച്ച് ആൻഡ് എവറി ജനറേഷൻ, ഇപ്പത്തെ ജനറേഷൻ ആയാലും ശരി, കഴിഞ്ഞ ജനറേഷൻ ആയാലും ശരി. ഇപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ഡിവേഴ്സ് വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ് റെസിപ്പീസ് ആണ്. ഇതൊക്കെ ഒരു പെണ്ണ് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക ഒരു കുടുംബത്തിൽ എന്നുള്ളതാണ്. വൈവിധ്യമായിരുന്നിട്ടുള്ള ഒരു ലോകമാണ് നമ്മളുടെ. നമ്മൾ എവിടെ പോയി ചേരുന്നു, എങ്ങനെ ചേരുന്നു എന്ന് നമ്മളുടെ കയ്യിലല്ല. പക്ഷെ പോയെടുത്ത് നമ്മൾ സന്തോഷമായി ജീവിക്കാൻ അത് നമ്മളുടെ കയ്യിലാണ്. അതാണ് എന്റെ അമ്മ എപ്പോഴും പറയുക. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്. ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഗ്രാമിലൂടെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളതാണ്. ഇത് ട്രയൽ ചെയ്തിട്ടുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്, ഫോർമുലയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ എപ്പോഴും പറയുന്ന കാര്യങ്ങളെല്ലാം. എന്റെ അല്ല, ഒന്നും ഒരു വാക്കുപോലും എന്റെ അല്ല. ഒരുപാട് കാര്യങ്ങൾ ചേച്ചി, ഒരുപാട് ഹെവി